ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നേക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന് പനിയാണെന്നുള്ളത്. അപ്പോൾ അവൻ ഇപ്പോൾ പനി കുഴപ്പമില്ല, എന്നാൽ അതിൻ്റെ ഒരു ക്ഷീണം, ഫുഡ് കഴിക്കാത്തതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഉണ്ട് ആൾക്ക്. അപ്പോൾ ഞാനും എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. രാവിലെ അവനെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഓരോ പണികളൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവൻ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരി എന്തായാലും എന്തെങ്കിലും നമ്മളെ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ശരി എന്താ പറഞ്ഞിട്ട് എനിക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം 2-3 ദിവസം അവന് വയ്യാത്തതുകൊണ്ട് ഞാൻ ക്ലീനിങ് ഒന്നും അത്ര നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ഡ്രസ്സുകളൊന്നും മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ അത് കുറേ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരി ഇന്നേക്ക് എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ അവിടെ കളിക്കുന്നുണ്ട്, അവൻ്റെ ഏട്ടൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പണി ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അവനെയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കുട്ടികൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. കാരണം ഒരു 3-4 ദിവസത്തെ ഡ്രസ്സ് നമുക്ക് മടക്കി വയ്ക്കാനുണ്ട്. റൂം മൊത്തം അലങ്കോലത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ. കണ്ടോ, മൊത്തം എല്ലാം അലങ്കോലമായിട്ടാണ് നമ്മുടെ റൂം മുഴുവൻ കിടക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് മടക്കി വയ്ക്കട്ടെ കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് പൊതുവേ ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ഡ്രസ്സ് മടക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ജോലിഭാരം കൂടിയൊരു ടാസ്ക്കാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമേ ഇല്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഡ്രസ്സ് മടക്കുക പറഞ്ഞാൽ അത് എനിക്ക് താല്പര്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ചിലവർ നമ്മൾ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ നീറ്റാക്കി അപ്പോൾ നമ്മൾ അന്നന്നാളത്തെ ഡ്രസ്സ് മടക്കി വയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കുറേ ഉണ്ടാവും. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് എന്തായാലും അവർ നന്നായിട്ട് യൂറിനൊക്കെ പോണതുകൊണ്ടേ നിറയെ ഡ്രസ്സ് ഉണ്ടാവും അവൻ്റെ തന്നെ. പക്ഷെ അത് മടക്കി വയ്ക്കൽ ഒരു ടാസ്ക്കാണ്. എന്താ വെച്ചാൽ നിറയെ ഉണ്ടാവുമല്ലോ. പിന്നെ വെടിക്കാനും പാട്. എങ്ങനെയാണ് അവിടെ മഴയൊക്കെ? നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ? ഇത് എൻ്റെ വീഡിയോ കാണുന്നവരെ ഏതൊക്കെ സ്ഥലമാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കാണും ഫുള്ളായിട്ട്, അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും ചിലപ്പോൾ ആരെങ്കിലും കണ്ടാലോ. ഡ്രസ്സ് മടക്കുന്നതിൻ്റെ ഇടയിൽ യാനിക്കുട്ടനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റൂം അത്ര ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ, ഞാനിപ്പോൾ തന്നെ പറയുകയാണ്, ഡീപ്പ് ക്ലീനിങ് അല്ല ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളിവിടെ കിടന്ന ആ ഡ്രസ്സുകളൊന്നും മടക്കി ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്തും അങ്ങനെ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ ഗൈസ്, നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. പിന്നെ നമ്മുടെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റൂം ഡെക്കറൊക്കെ വെക്കുകയാണെങ്കിലും ഈ പെയിൻ്റ് അടിക്കാൻ എന്തായാലും മഴ കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഡെക്കർ ചെയ്യാനുള്ള ഐഡിയാസൊക്കെ നോക്കണം. അപ്പോൾ വേറെന്താ പിന്നെ വിശേഷം? എല്ലാ വീട്ടിലും കാണില്ലേ ഡ്രസ്സ് റൂമിലൊക്കെ അയ കെട്ടിയിരിക്കുന്നതേ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താ പറയുക, നമുക്കിവിടെ ബെഡ്ഷീറ്റും തലയാണി കവറും ഇല്ലേ, അത് ഒരേതായിരിക്കില്ല കേട്ടോ. സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട്, ഡെയിലി ഇങ്ങനെ മാറ്റും, യൂറിനൊക്കെ പോണതുകൊണ്ട്. അപ്പോൾ തലയാണി നമ്മളങ്ങനെ മാറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.